Dear students, English first lesson in the orchard. അതായത് ഓർച്ചാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടങ്ങളാണ്, പഴത്തോട്ടങ്ങൾ. ആപ്പിൾ ഓർച്ചാർഡ്, മാംഗോ ഓർച്ചാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടങ്ങൾ, ആപ്പിളിൻ്റെ തോട്ടം, മാംഗോൻ്റെ തോട്ടം, അങ്ങനത്തെ ഈ പഴങ്ങളുണ്ടാകുന്ന തോട്ടങ്ങളെയാണ് ഓർച്ചാർഡ് എന്ന് പറയാം. നമുക്ക് നോക്കാം. ഇവിടെ അവർ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാംഗോ, പ്ലം, ഓറഞ്ച്, വാട്ടർമെലൺ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആപ്പിൾസ് ആൻഡ് അതർ ഫ്രൂട്ട്സ് ഗ്രോ ഓൺ പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ഫാമേഴ്സ് ഗ്രോ ദീസ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഇൻ their orchards. An orchard is an area of land used for growing fruit trees. ആപ്പിൾസ് ആൻഡ് അതർ ഫ്രൂട്ട്സ് ഗ്രോ ഓൺ പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആപ്പിളും അതർ ഫ്രൂട്ട്സൊക്കെ പ്ലാന്റ്സിലും ട്രീസിലുമാണ് വളരുന്നത്. ഫാമേഴ്സ് ഗ്രോ ദീസ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഇൻ ദെയർ ഓർച്ചാർഡ്സ്. അവരുടെ തോട്ടങ്ങളിലാണ് ഫാമേഴ്സ് ഈ ചെടികൾ വളർത്തുന്നത്. എൻ ഓർച്ചാർഡ് ഈസ് എൻ ഏരിയ ഓഫ് ലാൻഡ് യൂസ്ഡ് ഫോർ ഗ്രോയിങ് ഫ്രൂട്ട് ട്രീസ്. പഴങ്ങളുണ്ടാകുന്ന മരങ്ങൾ വളർത്തുന്ന സ്ഥലങ്ങളെയാണ് ഈ ഓർച്ചാർഡ്സ് എന്ന് പറയുക, അതായത് തോട്ടങ്ങൾ എന്ന് പറയുന്നത്. Down in the orchard, it's harvest time. Up the tall ladders, the fruit pickers climb. Among green branches, they sway overhead. Apples are hanging, all rosy and red, just ripe for picking, all juicy and sweet, pretty to look at and tasty to eat. ഒരു ചെറിയ പോയം പറഞ്ഞിരിക്കുകയാണ്. ഈ തോട്ടങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതായത് സ്വേയുടെ അർത്ഥം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വേ, move slowly from side to side. Then overhead, overhead തലയ്ക്ക് മീതെ, above your head, overhead അതായത് സ്കൈ, മേലെ എന്നർത്ഥം, നമ്മുടെ തലയ്ക്ക് മീതെ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഡൗൺ ഇൻ ദ ഓർച്ചാർഡ് ഇറ്റ്സ് ഹാർവസ്റ്റ് ടൈം. ഹാർവസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളവെടുപ്പ് സമയം, അതായത് എല്ലാ ഫ്രൂട്ട്സും പാകമായിട്ട് അതിനെ പറിച്ചെടുക്കുന്നതിനെയാണ് ഈ ഹാർവസ്റ്റ് ടൈം എന്ന് പറയുന്നത്. വിളവെടുക്കുക, അതിൻ്റെ ആ ഫ്രൂട്ട്സൊക്കെ നമ്മൾ മുറിച്ചെടുക്കുന്ന ആ സമയത്തിനെയാണ് ഹാർവസ്റ്റ് ടൈം എന്ന് പറയുക. അപ്പ് ദ ടോൾ ലാഡേഴ്സ് ദ ഫ്രൂട്ട് പിക്കേഴ്സ് ക്ലൈംബ്. ഫ്രൂട്ട് എടുക്കുന്ന ആൾക്കാർ ഈ ലാഡറിൽ അത് പറിക്കാൻ കയറുകയാണ്. എമംഗ് ഗ്രീൻ ബ്രാഞ്ചസ് ദാറ്റ് സ്വേ ഓവർ ഹെഡ്. സ്വേയുടെ അർത്ഥം നമ്മളിവിടെ പഠിച്ചതാണ്. മോസ്റ്റ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, അതായത് ഇതിൻ്റെ മേലെ നമ്മുടെ തലയ്ക്ക് മീതെ ഇങ്ങനെ നല്ല രസമായിട്ട് ഈ പഴങ്ങളാണ്. എമംഗ് ഗ്രീൻ ബ്രാഞ്ചസ് ദ സ്വേ ഓവർ ഹെഡ്. ആപ്പിൾസ് ആർ ഹാങ്ങിങ്. ആപ്പിൾസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് സൈഡിലേക്കൊക്കെ ആയിട്ട്. ഓൾ റോസി ആൻഡ്, നല്ല റോസ് കളറും റെഡ് കളറും. ജസ്റ്റ് റൈപ്പ് ഫോർ പിക്കിങ്. റൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാകമാവുക. റൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂക്കുക. ഈ ഫ്രൂട്ട്സൊക്കെ മൂക്കുന്നതിനെയാണ് റൈപ്പ് എന്ന് പറയുക, റൈപ്പൻ എന്ന് പറയുക. റൈപ്പ്, ജസ്റ്റ് റൈപ്പ് ഫോർ പിക്കിങ്, അതായത് മുറിച്ചെടുക്കാനായിട്ടുള്ള ആ മൂത്ത് പാകമായി. ഓൾ ജ്യൂസി ആൻഡ് സ്വീറ്റ്, നമുക്കറിയാം നല്ല മധുരവും ജ്യൂസി, നല്ല നന്നായിട്ട് നീരുള്ളതാണ്. പ്രെറ്റി ടു ലുക്ക് അറ്റ് ആൻഡ് ടേസ്റ്റി ടു ഈറ്റ്. കാണാൻ നല്ല ഭംഗി, പ്രെറ്റിയാണ്. ആൻഡ് ടേസ്റ്റി ടു ഈറ്റ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഓർച്ചാർഡ്, പഴത്തോട്ടങ്ങളിലെ ആ ഫ്രൂട്ട്സ് പറിക്കുന്നതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് ഒന്ന് ഒരു പോയത്തിൽ കൂടെ. ഇറ്റ് ഈസ് ഓൾവേസ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഗ്രോ ഫ്രൂട്ട് ട്രീസ്, ടു പ്ലക്ക് ദെയർ റൈപ്പൻ ഫ്രൂട്ട്സ് ആൻഡ് ടു ഈറ്റ് ദം. അതായത് നമുക്ക് വളരെ, ഇറ്റ് ഈസ് ഗ്രേറ്റ് പ്ലഷർ, നമുക്ക് നല്ല ആനന്ദം തോന്നുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ ഫ്രൂട്ട് ട്രീസ്, പഴങ്ങളുടെ ട്രീസ് വളർത്തുക. ടു പ്ലക്ക് ദ റൈപ്പൻ, പാകമായ മൂത്ത, റൈപ്പൻ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തത്, പാകമായിട്ടുള്ള ഫ്രൂട്ട്സിനെ പറിച്ചെടുക്കുക. ഇതൊക്കെ നമുക്ക് നല്ല ആനന്ദം തരുന്ന ഒരു കാര്യമാണ്. ബട്ട് ഡു യു നോ ഇറ്റ് ഈസ് ഓൺലി എ സീഡ് കേസ് ദാറ്റ് യു ഈറ്റ്, നോട്ട് ദ ഹോൾ ഫ്രൂട്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മൾ കഴിക്കുന്ന ഈ ഫ്രൂട്ട് ശരിക്ക് അതിൻ്റെ സീഡില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ കുരു, ആ കുരുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കേസാണ് ആ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഫ്രൂട്ട് എടുത്താലും അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവും, കുരു ഉണ്ടാവും, അതിൻ്റെ വിത്ത് ഉണ്ടാവും.
ആപ്പിൾ എടുത്താൽ ആപ്പിളിൻ്റെ അവിടെ അതിൻ്റെ കുരു ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രേപ്സ് എടുത്താൽ അതിലുണ്ടാവും സീഡ്. അപ്പോൾ ആ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവറിങ് ആണെന്ന് ഫ്രൂട്ട്. ഏത് ഫ്രൂട്ട് എടുത്താലും ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവും, കുരു ഉണ്ടാവും, വിത്ത് ഉണ്ടാവും. അപ്പോൾ ആ കുരുവാണ് അതിൻ്റെ വിത്ത്. അപ്പോൾ ആ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സീഡിൻ്റെ ആ കേസ് കവറിങ് ആണ് എന്ത്? ഫ്രൂട്ട്, ആ ഫ്ലഷി ഭാഗങ്ങൾ. ബട്ട് ഡു യു നോ ഇറ്റ് ഈസ് ഓൺലി എ സീഡ് കേസ് ദാറ്റ് യു ഈറ്റ്, നോട്ട് ദ ഹോൾ ഫ്രൂട്ട്. ഒരു ഫ്രൂട്ടിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ കഴിക്കില്ല. ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സീഡും കൂടി അതിൽ ഉൾപ്പെടും. പക്ഷെ ആ സീഡ് നമ്മൾ കഴിക്കില്ല. അതിൻ്റെ ആ പുറത്തുള്ള അതിൻ്റെ ആ കവറിങ് അതാണ് നമ്മൾ കഴിക്കുന്നത്, ആ സീഡ് കേസ്. നൗ വാട്ട് ആർ ഫ്രൂട്ട്സ്? അപ്പോൾ നമുക്കിപ്പോൾ ഫ്രൂട്ട്സ് എന്താണെന്ന് ഏകദേശം മനസ്സിലാവുകയാണ്. എന്താണ് ഫ്രൂട്ട്സ്? To most of us, fruits are juicy foods that grow on certain plants and trees. But to a scientist who studies plants, fruits and the seed cases of certain flowering plants. അതായത് നമ്മൾ വിചാരിക്കും പിന്നെ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജ്യൂസി ഫുഡ് ദാറ്റ് ഗ്രോ ഓൺ സർട്ടൻ പ്ലാന്റ്സ്. അതായത് ചില ചെടികളിൽ വളരുന്ന നല്ല ജ്യൂസി ആയിട്ടുള്ള ഫുഡാണ് ഈ ഫ്രൂട്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ബട്ട് ടു എ സയൻറ്റിസ്റ്റ്, പക്ഷെ ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ച് ഹു സ്റ്റഡീസ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ആർ ദ സീഡ് കേസസ് ഓഫ് സർട്ടൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിലെ പൂക്കളിൽ നിന്നാണ് സാധാരണ ഈ ഫ്രൂട്ട് ഉണ്ടാവുക. ഫ്ലവറിൽ നിന്നാണ്. നമുക്കറിയാം പ്ലാന്റിൻ്റെ പാർട്സ് എന്താണ്. പ്ലാന്റിൻ്റെ ലീഫ്, സ്റ്റെമ്മ്, ഫ്ലവർ, അതുപോലെ തന്നെ റൂട്ട്സ്, ഇങ്ങനത്തെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിലേത് ഒരുവിധം പ്ലാന്റ്സിനൊക്കെ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ആ ഫ്ലവറിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഫ്രൂട്ട് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഏത് ഫ്ലവർ ആയാലും അതിൻ്റെ ആ പെറ്റൽസ്, എതളുകൾ കൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ അടിഭാഗത്തു നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാവുക. നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സയൻറ്റിസ്റ്റിന് നന്നായിട്ട് അറിയാം എന്തെന്ന്, ഫ്ലവറിൽ നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അതായത് ഈ ഫ്ലവറിൻ്റെ ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവും. ആ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവറാണ് സീഡ് കേസാണ്. സീഡ് കേസ് എങ്ങനെയെങ്കിൽ സീഡിൻ്റെ കവറിങ് അതാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ആ ഫ്രൂട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇറ്റ് ഈസ് ദ കേസ് ദാറ്റ് വി ഈറ്റ്, നോട്ട് ദ സീഡ്. ഉള്ളിലത്തെ സീഡ് നമ്മൾ കഴിക്കില്ല. ആ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിനെ സംരക്ഷിക്കുന്ന ആ സീഡ് കേസ്, അതിൻ്റെ ആ കവറിങ് ആണ് ആ ഫ്ലഷി ആയിട്ടുള്ള ആ മധുരമുള്ള ആ സാധനം. അതാണ് നമ്മൾ കഴിക്കുന്നത്. The apples, oranges, pears and mangoes that we eat are all seed cases. അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫ്രൂട്ടും, ഓറഞ്ച് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കുരുവുണ്ട്. ആ കുരുവിനെ കവർ ചെയ്യുന്ന അതിൻ്റെ സീഡിൻ്റെ ആ കേസ് കവറിങ് ആണ് അതിൻ്റെ ഫ്രൂട്ട്. pears, apples, mangoes, that are all seed cases. These cases protect the seeds that are inside them. അപ്പോൾ ഉള്ളിലുള്ള സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ആ കവറിങ്. When the seeds have green fully, we eat the cases and use the seeds to grow more fruit trees. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഏത് ഫ്രൂട്ട് എടുത്താലും, ഇപ്പോൾ മാംഗോ ആയിക്കോട്ടെ, ജാക്ക് ഫ്രൂട്ട് ആയിക്കോട്ടെ, എന്തെടുത്താലും അതിൻ്റെ ആ പുറത്തുള്ള ആ ഫ്ലഷി ഭാഗം നമ്മൾ കഴിക്കും, ഉള്ളിലത്തെ സീഡ് കളയും. ആ സീഡാണ്, ആ കുരുവാണ് വീണ്ടും മുളച്ച് വേറൊരു ചെടിയായിട്ട് മാറുന്നത്. When the seeds have grown fully, we eat the cases and യൂസ് ദ സീഡ്സ് ടു ഗ്രോ മോർ ഫ്രൂട്ട് ട്രീസ്. അതായത് സീഡുകളൊക്കെ ഇനി കൂടുതൽ ഫ്രൂട്ട് ട്രീസ് ഉണ്ടാവാനായിട്ട് നമ്മൾ അതിനെ മണ്ണിൽ കുഴിച്ചിടുകയാണ്. ചിലവരൊക്കെ കളയും, ആ കളഞ്ഞേന്ന് അത് പൊട്ടിമുളച്ച് വരും. യൂസ് ദ സീഡ്സ് ടു ഗ്രോ മോർ ഫ്രൂട്ട് ട്രീസ്. ദ സീഡ്സ് ആൻഡ് ദ കേസസ് ഡെവലപ്പ് ഫ്രം ദ ഫ്ലവേഴ്സ് വി കോൾ ബ്ലോസംസ്. ബ്ലോസംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പിക്കുക, പുഷ്പങ്ങൾ എന്നുള്ള അർത്ഥമാണ് ബ്ലോസം, ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഈ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ദ സീഡ്സ് ആൻഡ് ദ കേസസ് ഡെവലപ്പ് ഫ്രം ദ ഫ്ലവേഴ്സ് വി കോൾ ബ്ലോസം. ബ്ലോസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂക്കൾ വിടരുന്നതിനെയാണ് ബ്ലോസമിങ് എന്ന് പറയുക. അതായത് ഇവിടെ നിങ്ങൾ ഫ്ലവേഴ്സ് എന്ന് അർത്ഥമാക്കിയാൽ മതി. ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത്. ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് സീഡ് ഉണ്ടാകുന്നത്. ആ സീഡിൽ നിന്നാണ് ഇനി അടുത്ത പ്ലാന്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഫ്ലവറിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ടിൽ ഉള്ളിൽ സീഡ് ഉണ്ടാവും, പുറത്ത് അതിൻ്റെ കവറിങ്ങും ഉണ്ടാവും. ആ കവറിങ്ങിനെയാണ് സീഡ് കേസ് എന്ന് പറയുന്നത്. ആ സീഡ് കേസാണ് ഫ്രൂട്ടായിട്ട് നമ്മൾ ഈറ്റ് ചെയ്യുന്നത്, മനുഷ്യർ ഈറ്റ് ചെയ്യുന്നത്.
വാച്ച് എ ഫ്രൂട്ട് ട്രീ ഇൻ ദ സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസൺ ആണ് പൂക്കൾ ഉണ്ടാകുന്ന കാലം. സോ വാച്ച് എ ഫ്രൂട്ട് ട്രീ ഇൻ ദ സ്പ്രിംഗ് സീസൺ. ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ സീ ലിറ്റിൽ ബ്ലോസംസ് അപ്പിയറിങ് ഓൺ ഇറ്റ്സ് ബ്രാഞ്ചസ്. നമ്മൾ ഈ വസന്തകാലം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെടികളിൽ എന്തുണ്ടാവും? പൂക്കളുണ്ടാവും. ദെൻ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് എ സ്മോൾ ഗ്രീൻ ഫ്രൂട്ട് ബിഗിൻസ് ടു ഗ്രോ ഫ്രം ഈച്ച് ബ്ലോസം. ഓരോ പൂവിൽ നിന്നും ഫ്രൂട്ട്, ചെറിയ ചെറിയ ഫ്രൂട്ടുകൾ ഉണ്ടായി വരും. ഇറ്റ് ഗ്രോസ് ലാർജർ ആൻഡ് ലാർജർ അണ്ടിൽ ഇറ്റ് ഈസ് റൈപ്പ്. അങ്ങനെ ആ ഫ്രൂട്ട് വലുതായി വലുതായി വരും. ലാർജർ ആൻഡ് ലാർജർ അണ്ടിൽ ഇറ്റ് ഈസ് റൈപ്പ്. റൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂക്കണ വരെ, അത് നല്ല മൂത്ത് പാകമാകുന്നത് വരെ. റൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകമാവുക, മൂക്കുന്നത് വരെ. നമ്മൾ പറയില്ലേ മാങ്ങ മൂക്കുക, ചക്ക മൂക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ മൂക്കുന്നത് വരെ അതിൻ്റെ ആ സൈസ് വലുതായിക്കൊണ്ടിരിക്കും. മൂത്ത് പാകമായി കഴിഞ്ഞാൽ പിന്നെ സൈസ് വലുതാവില്ല, പിന്നെ അത് പഴുക്കുകയാണ് ചെയ്യുക. ദെൻ വി പിക്ക് ദിസ് ഫ്രൂട്ട് ആൻഡ് ഈറ്റ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് റിലിഷ്. റിലിഷ് എന്ന് വെച്ചാൽ സ്വാദ്, നല്ല രസത്തോടു കൂടിയിട്ട് അതിനെ പറിച്ചെടുത്ത് കഴിക്കുന്നു. Sometimes farmers pick the fruit and send it to the market while it is still green. ചില സമയത്ത് അത് പഴുക്കാതെ തന്നെ ഫാമേഴ്സ് മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു. The green fruit ripens during its trip to the market. അങ്ങനെ ആ മാർക്കറ്റിൽ എത്തിയതിന് ശേഷമായിരിക്കും അത് മൂത്ത് പഴുത്ത് പാകമാവുന്നത്. ഫ്രൂട്ട്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ഡയറ്റ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് ഫ്രൂട്ട്. They give us minerals, sugar and vitamins. മിനറൽസും വിറ്റാമിൻസും ഒക്കെ നമ്മൾ സയൻസിൽ പഠിച്ചു. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റമിൻസ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ് എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്. അതിലത്തെ വിറ്റാമിൻസും മിനറൽസും തരുന്നതാണ് നമ്മുടെ ഈ ഫ്രൂട്ട്. അപ്പോൾ ഫ്രൂട്ട് കഴിച്ചാലാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളത്തെ മിനറൽസും വിറ്റാമിൻസും നമുക്ക് കിട്ടുന്നത്. The skin, seeds and water of the fruit help our digestion. ഡൈജഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ദഹിക്കുക. ആ ദഹനത്തിന് ഈ ഫ്രൂട്ടുകളുടെ സ്കിൻ, തൊലി, നമ്മൾ ആപ്പിൾ കഴിക്കുമ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് കഴിക്കുക. അതുപോലെ തന്നെ മുന്തിരി കഴിക്കുമ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് കഴിക്കുക. സ്കിൻ, തൊലി. ചിലതിൻ്റെയൊക്കെ തൊലി നമ്മൾ ഉരിച്ച് കളയും. അപ്പോൾ ചിലതിൻ്റെയൊക്കെ സ്കിന്നോട് കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ ദ സ്കിൻ, സീഡ്സ് ആൻഡ് വാട്ടർ ഓഫ് ദ ഫ്രൂട്ട്. ഏത് ഫ്രൂട്ട് എടുത്താലും അതിൽ മെയിൻ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡൈജഷനെ, ദഹനത്തിന് നന്നായിട്ട് സഹായിക്കുന്നു. ഡൈജഷനൊക്കെ നിങ്ങൾ സയൻസിൽ പഠിക്കും കേട്ടോ. Our body needs proteins, fats, carbohydrates, vitamins, minerals and water for a healthy growth. അതായത് നല്ല ആരോഗ്യമുള്ള നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ ബോഡിക്ക് ഫാറ്റ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻസ്, മിനറൽസ് ഇതൊക്കെ ആവശ്യമാണ്. അതിൽ പ്രോട്ടീൻസ് നമ്മൾ ഈ ഇറച്ചി മീനൊക്കെ കഴിക്കുമ്പോൾ പ്രോട്ടീൻസ് കിട്ടുക. ഫാറ്റ്സ് എണ്ണകൾ കഴിക്കുമ്പോൾ കിട്ടും. കാർബോഹൈഡ്രേറ്റ്സ് അരി ഗോതമ്പൊക്കെ കഴിക്കുമ്പോൾ കിട്ടും. വിറ്റാമിൻസും മിനറൽസും കിട്ടണമെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലെസണിൽ ഫ്രൂട്ട്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിറ്റാമിൻസും മിനറൽസും കിട്ടണമെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം. Cereals such as wheat, rice and maize give us carbohydrate. ടീച്ചർ നേരത്തെ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് കിട്ടണമെങ്കിൽ അരി ഗോതമ്പൊക്കെ കഴിക്കണമെന്ന്. സിറൈൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാന്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങളാണ് സിറൈൽസ്. അത് കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോഴാണ് വിറ്റാമിൻസും മിനറൽസും കിട്ടുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, മീറ്റ് ആൻഡ് ഫിഷ് ഗീവ് അസ് പ്രോട്ടീൻസ്. അതായത് പ്രോട്ടീൻസ് കിട്ടണമെങ്കിൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്കും മീറ്റൊക്കെ കഴിച്ചാൽ പ്രോട്ടീൻസ് കിട്ടും. അതുപോലെ തന്നെ വിറ്റാമിൻസും മിനറൽസും കിട്ടണമെങ്കിൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ നമ്മൾ കഴിക്കണം. അപ്പോൾ പ്രോട്ടീൻസും വിറ്റാമിൻസും മിനറൽസും കിട്ടണമെങ്കിൽ ഈ ഫ്രൂട്ട്സ് കഴിക്കണം. പ്രോട്ടീൻസ് മെയിനായിട്ട് കിട്ടുക ഇറച്ചി മീനിൽ നിന്നാണ്. വിറ്റാമിൻസും മിനറൽസും നമുക്ക് മെയിനായിട്ട് കിട്ടണമെങ്കിൽ ഈ ഫ്രൂട്ട്സ് കഴിക്കണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, മീറ്റ് ആൻഡ് ഫിഷ് ഗീവ് അസ് പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്കും മീറ്റൊക്കെ കിട്ടണം. ഫോർ എ ഹെൽത്തി ബോഡി വി ഷുഡ് ഇൻക്ലൂഡ് ഈച്ച് ഓഫ് ദീസ് ഇൻ അവർ ഫുഡ്. അപ്പോൾ നമ്മുടെ നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ ഏത് വേണം? പ്രോട്ടീനും ഫാറ്റ്സും കാർബോഹൈഡ്രേറ്റ്സും വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതിൽ പ്രോട്ടീൻസ് ഇറച്ചി മീനും കഴിച്ചാൽ കിട്ടും. ഫാറ്റ്സ് എണ്ണകൾ കഴിച്ചാൽ, കാർബോഹൈഡ്രേറ്റ്സ് അരി ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങൾ കഴിച്ചാൽ, സിറൈൽസ് അതായത് ധാന്യങ്ങൾ കഴിച്ചാൽ, വിറ്റാമിൻസും മിനറൽസും ഇപ്പം നമുക്ക് കിട്ടണമെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലെസൺ ഫ്രൂട്ട്സാണ്. അപ്പോൾ ആ ഫ്രൂട്ട്സ് കഴിച്ചാലാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വിറ്റാമിൻസും മിനറൽസും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കമ്പൽസറി ആയിട്ട് കഴിച്ചിരിക്കണം.